കേരള ബോക്സ് ഓഫീസിൽ കിടന്ന് ഹാഷിറും പിള്ളേരും കളിക്കുന്ന കളി അത്ര ചെറിയ കളിയല്ല. സൂപ്പർ സ്റ്റാറുകൾ വരെ സൂപ്പർ സ്റ്റാറുകൾ ആകുമ്പോൾ മാത്രം കാണുന്ന 100 കോടി ക്ലബ്ബ് തന്റെ രണ്ടാമത്തെ ചിത്രത്തിൽ തന്നെ തൂക്കിയിരിക്കുകയാണ് ഹാഷിറും ടീമും. വെറും 7 ദിവസം കൊണ്ടാണ് വാഴ 2 100 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചത്. എന്നാൽ ഇപ്പോൾ ഹാഷിറിന്റെ കളി അങ്ങ് ബോളിവുഡിലാണ്. അതും അടുത്ത കാലത്ത് ഇന്ത്യൻ സിനിമ കണ്ട എക്കാലത്തെയും ഹിറ്റായ ദുരന്തറുമായി. പ്രമുഖ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ട സിനിമ എന്ന അഭിമാനകരമായ റെക്കോർഡ് ഇപ്പോൾ വാഴ 2 സ്വന്തമാക്കിയിരിക്കുകയാണ്. ബോളിവുഡ് സൂപ്പർ താരം രൺവീർ സിംഗ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ദുരന്തർ 2 എന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രത്തെയാണ് 9ാം ദിനത്തിലെ ബുക്കിങ്ങിലൂടെ ഈ മലയാള സിനിമ നിഷ്പ്രഭമാക്കിയിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ കേരളത്തിലെ സിനിമാ പ്രേമികൾ ഒന്നടങ്കം ചോദിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: എന്തൊക്കെയാടാ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പ്രമുഖ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയിൽ നടന്ന ടിക്കറ്റ് വിൽപ്പനയുടെ കൃത്യമായ കണക്കുകൾ പരിശോധിച്ചാൽ സാവിൻ സായി സംവിധാനം ചെയ്ത വാഴ 2 എന്ന ചിത്രം അപ്രമാദിത്വത്തോടെ 1ാം സ്ഥാനത്തേക്ക് തുടരുകയാണ്. സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം റിലീസ് ചെയ്ത് 9ാം ദിനത്തിലും ഈ കൊച്ചു മലയാള ചിത്രം വിറ്റഴിച്ചത് 3,60,000-ലധികം ടിക്കറ്റുകളാണ്. ഒരു പ്രാദേശിക ഭാഷാ ചിത്രം ഇത്രയും കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഇത്രയും ടിക്കറ്റുകൾ വിറ്റഴിക്കുന്നത് സിനിമാ ലോകത്തെ അമ്പരപ്പിക്കുന്ന ഒരു വാർത്തയാണ്. മറുഭാഗത്ത് ബോളിവുഡ് താരം രൺവീർ സിംഗ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ബിഗ് ബഡ്ജറ്റ് ചിത്രമായ ദുരന്തർ 2 കഴിഞ്ഞ 24 മണിക്കൂറിലെ ടിക്കറ്റ് വിൽപ്പന 1,67,000 മാത്രമാണ്. അതായത് ബോളിവുഡിലെ വമ്പൻ റിലീസിനേക്കാൾ ഏതാണ്ട് ഇരട്ടിയോളം ടിക്കറ്റുകളാണ് 9ാം ദിനത്തിലും വാഴ 2 വിറ്റഴിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത സൈജു കുറുപ്പ് ചിത്രം മോഹിനിയാട്ടം വെറും 19,000 ടിക്കറ്റുകൾ മാത്രം വിറ്റഴിച്ച് പട്ടികയിൽ ഏറെ പിന്നിലായിരിക്കുമ്പോഴാണ് വാഴ 2 ഈ ജൈത്രയാത്ര. ഹാഷിർ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ താരങ്ങൾക്ക് ലഭിക്കുന്ന വൻ ജനപിന്തുണയുടെയും പ്രേക്ഷകരുടെ മികച്ച അഭിപ്രായവുമാണ് ചിത്രത്തിന് ഇത്ര വലിയൊരു ബുക്കിംഗ് നിരക്ക് നിലനിർത്താൻ സഹായിക്കുന്നത്. കേവലം ടിക്കറ്റ് ബുക്കിംഗിൽ മാത്രമല്ല, മൊത്തം കളക്ഷന്റെ കാര്യത്തിലും മുൻപ് പറഞ്ഞതുപോലെ വാഴ 2 മുൻപിലാണ്. ഇറങ്ങി ചുരുങ്ങിയ ദിവസം കൊണ്ടാണ് 100 കോടി ക്ലബ്ബിൽ വാഴ 2 ഇടം പിടിച്ചത്. ഇത് മലയാളി പ്രേക്ഷകരുടെ ഉയർന്ന നിലവാരത്തിന്റെ പ്രതീകമാണ്. ഇവിടെ ഒരു സിനിമ വിജയിക്കാൻ താരങ്ങളുടെ മേമ്പൊടി വേണ്ടെന്നും നല്ലൊരു തിരക്കഥയും അതിനെ മികവുറ്റതായി എടുക്കാനും അഭിനയിച്ച് ഫലിപ്പിക്കാനും കഴിവുള്ള അണിയറ പ്രവർത്തകരും നടന്മാരും മാത്രം മതിയെന്നും ഈ ചിത്രത്തിന്റെ വിജയം അടിവരയിട്ട് തെളിയിക്കുന്നു. സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിന്റെ ഏറ്റവും പുതിയ സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം ചിത്രം ഇതുവരെ ആഗോളതലത്തിൽ സ്വന്തമാക്കിയത് 117.4 കോടി രൂപയാണ്. വമ്പൻ താരനിരയോ ആക്ഷൻ രംഗങ്ങളോ ഇല്ലാതെ തന്നെ ഒരു സിനിമയ്ക്ക് ഇത്രയും വലിയ തുക ആഗോള വിപണിയിൽ നിന്ന് സമാഹരിക്കാൻ സാധിച്ചത് സിനിമാ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ വമ്പൻ കളക്ഷന്റെ കൃത്യമായ കണക്കുകൾ പരിശോധിച്ചാൽ കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് മാത്രം ചിത്രം 57.30 കോടി രൂപ നേടിയിട്ടുണ്ട്. കേരളത്തിന് പുറത്തുള്ള വിപണിയിൽ നിന്ന് 7 കോടി രൂപയും ഓവർസീസിൽ നിന്ന് അഥവാ വിദേശ വിപണികളിൽ നിന്ന് 53.10 കോടി രൂപയും ചിത്രം ഇതുവരെ സ്വന്തമാക്കി. വിദേശ രാജ്യങ്ങളിലെ മലയാളി പ്രേക്ഷകർക്കിടയിൽ വാഴ 2 ഉണ്ടാക്കിയ സ്വാധീനമാണ് ഓവർസീസ് കളക്ഷനിലെ ഈ വമ്പിച്ച വളർച്ചയ്ക്ക് പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്നത്. വരും ദിവസങ്ങളിലും കേരളത്തിലെയും വിദേശത്തെയും തിയേറ്ററുകളിൽ മികച്ച തിരക്ക് തുടരുന്നതിനാൽ കളക്ഷൻ ഇനിയും ഗണ്യമായി വർദ്ധിക്കുമെന്നാണ് സിനിമാ നിരീക്ഷകർ കണക്കുകൂട്ടുന്നത്. കേരളത്തിലെ പ്രമുഖ താരങ്ങൾക്കൊപ്പം 100 കോടി ക്ലബ്ബിൽ ഇപ്പോൾ ഹാഷിറും സംഘവും അഭിമാനത്തോടെ ഇടം പിടിച്ചിരിക്കുകയാണ്.